മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന്ത്യനാളില് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച കാര്യം അത് മാതാപിതാക്കളെ വെറുപ്പിച്ചവരുടെ കാര്യത്തിലാണെന്ന്. കാരണം ഞാൻ സ്വർഗത്തിലിരിക്കുമ്പോ നരകത്തിൽ നിന്ന് അവരുടെ അട്ടഹാസങ്ങളും ശിക്ഷയും ഞാൻ കേൾക്കും. ഞാൻ അർശിന്റെ താഴെ സുജൂദിലായി വീണ് റബ്ബിനോട് അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അപ്പൊ റബ്ബിനോട് പറയും, നബിയെ തങ്ങള് തല ഉയർത്തിക്കോളൂ, അവരുടെ മാതാപിതാക്കൾ തൃപ്തിപ്പെടുന്നത് വരെ അവരെ നാം രക്ഷപ്പെടുത്തുകയില്ല നബിയെ. അങ്ങനെ ഞാൻ അവിടുന്ന് മടങ്ങും. പിന്നെയും അവരുടെ രോദനങ്ങളും ശിക്ഷയും അട്ടഹാസങ്ങളും ഞാൻ കേൾക്കുമ്പോ വീണ്ടും ഞാൻ അർശിന്റെ താഴെ സുജൂദിൽ വീഴുമ്പോ റബ്ബിനോട് ശഫാഅത്ത് ചെയ്യുന്ന സമയത്ത് റബ്ബ് പറയും, നബിയെ അവരുടെ കാര്യത്തിലല്ലാതെ നിങ്ങൾ വേറെന്തും ചോദിച്ചോളൂ, കാരണം അവരുടെ മാതാപിതാക്കൾ തൃപ്തിപ്പെടുന്നത് വരെ ഞാൻ അവരെ രക്ഷപ്പെടുത്തുകയില്ല നബിയെ. പിന്നെയും അവരുടെ രോദനങ്ങൾ കേൾക്കുമ്പോ ഞാൻ റബ്ബിനോട് പറയും, റബ്ബേ നീ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ നരകമൊന്ന് തുറന്നു കാണിച്ചു തരാൻ പറയൂ. അങ്ങനെ റബ്ബ് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നരകം തുറന്നു കാണിച്ചു കൊടുക്കാൻ കൽപ്പിക്കും. അങ്ങനെ ഞാൻ നരകത്തിലേക്ക് നോക്കുമ്പോ തീനാലുള്ള തടിയിൽ അവരെ ബന്ധസ്ഥനാക്കിയിരിക്കുന്നു. എന്നിട്ട് സബാനിയാക്കളായ മലക്കുകൾ അവരുടെ മുതുകിലും തുടയിലും ശരീരത്തിലും തീനാലുള്ള ചാട്ടവാറുകളെ കൊണ്ട് അടിക്കുകയാണ്. മാത്രമല്ല താഴെ നിന്ന് വലിയ തേളുകളും പാമ്പുകളും അവരെ കൊത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഞാൻ പെട്ടെന്ന് ചെന്ന് അർശിന്റെ താഴെ വീണ് റബ്ബിനോട് ഇങ്ങനെ 3 പ്രാവശ്യം ശഫാഅത്തിന് വേണ്ടി തേടുമ്പോ റബ്ബ് എന്നോട് മുന്നേ പറഞ്ഞ അതേ മറുപടി ആവർത്തിക്കും, അവരുടെ മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെ അവരെ ഞാൻ രക്ഷപ്പെടുത്തുകയില്ല എന്ന്. അപ്പൊ റബ്ബിനോട് ഞാൻ ചോദിക്കും, റബ്ബേ അവരുടെ മാതാപിതാക്കൾ എവിടെയാണ്? റബ്ബ് പറയും, കുറച്ചാൾക്കാർ സ്വർഗത്തിലുണ്ട്, കുറച്ചാൾക്കാർ വേറെ സ്ഥലങ്ങളിലാണുള്ളത്. അങ്ങനെ ഞാൻ സ്വർഗത്തിലുള്ള ആളുകളുടെ അടുക്കൽ ചെല്ലും, അവരെ കാണിച്ചു തരാൻ റബ്ബിനോട് പറയുമ്പോൾ റബ്ബ് എനിക്ക് അവരെ കാണിച്ചു തരും. അവരോട് ഞാൻ അവരുടെ മക്കൾ ഇന്ന ഇന്ന രൂപത്തിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നരകത്തിലാണെന്ന് പറയുമ്പോ അതിൽപ്പെട്ട ഒരു സഹോദരി എന്നോട് പറയും, നബിയെ അവൻ അല്ലാഹു ശിക്ഷിച്ചോട്ടെ, നിങ്ങൾ അതിൽ ഇടപെടേണ്ട നബിയെ, കാരണം അവൻ എന്നെ ചീത്ത വിളിക്കുകയും നിസാരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചവനാണവൻ. അവന് അല്ലാഹു വാരിക്കോരി ദുന്യാവിൽ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, ദുന്യാവിൽ വേണ്ടത്ര കഴിവുമുണ്ട്. എന്നിട്ടും പല രാത്രികളിൽ ഞാൻ പട്ടിണി കിടക്കുകയായിരുന്നു നബിയെ. എനിക്ക് വസ്ത്രമില്ലാത്ത സമയത്തും അവന്റെ ഭാര്യയ്ക്ക് അവൻ മുന്തിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുമായിരുന്നു. ഞാൻ മുഷിഞ്ഞ് നാറിയ കീറിയ വസ്ത്രങ്ങൾ അണിയുന്ന സമയത്ത് എന്റെ മുന്നിലൂടെ അവന്റെ ഭാര്യ നല്ല മുന്തിയ വസ്ത്രം അവൻ വാങ്ങിക്കൊടുത്തത് ഇട്ടിട്ട് എന്റെ മുന്നിലൂടെ നടക്കുമ്പോ എന്റെ വേദന എത്രയാണ് നബിയെ. വേറൊരു സ്ത്രീ മുത്തുനബിയോട് പറയുന്നത്, നബിയെ അവനെ അവിടെ തന്നെ കിടന്നോട്ടെ, തങ്ങൾ രക്ഷപ്പെടുത്താൻ പോകണ്ട. അവന് ഞാൻ എന്തെങ്കിലും നല്ല കാര്യം കൽപ്പിച്ചാൽ, നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ എന്നെ അവൻ അടിക്കുകയും വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്യുമായിരുന്നു നബിയെ. അപ്പൊ മുത്തുനബി പറയാണ്, ഞാൻ അവരോട് പറയും, സംഭവിച്ചതൊക്കെ സംഭവിച്ചില്ലേ, നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുത്തൂടെ, അവരെ രക്ഷപ്പെടുത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോ അള്ള പറയും, മുത്തുനബിയെ അവരെ വിഷമിപ്പിക്കട്ട, അവരുടെ തൃപ്തിയില്ലാതെ അവരെ ഞാൻ രക്ഷപ്പെടുത്തുകയില്ല. അപ്പൊ ഞാൻ റബ്ബിനോട് പറയും, റബ്ബേ എങ്കിൽ ഈ മാതാപിതാക്കളെ എന്നോടൊപ്പം നരകം കാണാൻ വേണ്ടി പറഞ്ഞയക്കുക. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ എന്റെ കൂടെ നരകം കാണാൻ വേണ്ടി വരും. നരകത്തിൽ അവരുടെ മക്കൾ ശിക്ഷ അനുഭവിക്കുന്നത് കാണുമ്പോ, പരസ്പരം തിരിച്ചറിയുമ്പോ അവർ വല്ലാതെ വേദനിക്കും. ആ സമയത്ത് മക്കൾ മാതാപിതാക്കളെ വിളിച്ച് കേണപേക്ഷിക്കും, അവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. ഈ രംഗം കാണുമ്പോ
മാതാപിതാക്കൾ എന്നോട് പറയും, നബിയെ അവരെ ഒന്ന് രക്ഷപ്പെടുത്തണം, ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി എന്നോട് പറയും. അപ്പൊ അള്ളാഹ് എന്നോട് പറയും, മുത്തുനബിയെ മാതാപിതാക്കളെ ഷഫാഅത്തില്ലാതെ അവരെ ഞാൻ രക്ഷപ്പെടുത്തൂലട്ടോ. അങ്ങനെ അവർ മക്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്യും. അപ്പൊ റബ്ബ് ചോദിക്കും, നിങ്ങൾ അവരെ തൃപ്തിപ്പെട്ടോ? നിങ്ങൾ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തോ? അപ്പൊ റബ്ബിനോട് അവർ പറയും, അതേ റബ്ബെ, അവരെ ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു, പൊരുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മാതാപിതാക്കൾ രക്ഷപ്പെടുത്താൻ പറഞ്ഞവരെയെല്ലാം നരകത്തിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്താൻ കൽപ്പിക്കും. രക്ഷപ്പെട്ടവരാണെങ്കിലോ അവർ നരകത്തിന്റെ പുറത്ത് വരുമ്പോ കരിക്കട്ട പോലെയായിട്ടുണ്ടാകും അവരെല്ലാവരും. അങ്ങനെ അവരുടെ മേൽ നെഹ്റുൽ ഹയാത്തിലെ വെള്ളം അവരുടെ മേൽ ഒഴിക്കുമ്പോ അവർ പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി വരും. പുതിയ തൊലിയും പുതിയ മുടിയുമെല്ലാം ഉണ്ടാകും. അങ്ങനെ അവരെ സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവർ, വേദനിപ്പിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. പരലോകം നഷ്ടപ്പെടാൻ അത് വളരെ വലിയ കാരണമാണ്. ദുന്യാവിൽ വെച്ച് മാതാപിതാക്കളെ വേദനിപ്പിച്ചവർ അനുഭവിക്കാതെ പോവുകയില്ല എന്ന് മുത്തുനബി തന്നെ പഠിപ്പിക്കുന്നുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ കുരുത്തവും പൊരുത്തവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി തിരുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.